ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഇത് ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് എരിവൊന്നും ഉണ്ടാവില്ല, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ള് കായം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുണ്ടെങ്കിൽ അയമോദകം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ, വളരെ നല്ലതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെണ്ണ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ നെയ്യ് അല്ലെങ്കിൽ വെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ റവ കൂടെ ചേർക്കുന്നുണ്ട്. റവ ചേർക്കാതെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അരിപ്പൊടി മാത്രം വെച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു കട്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു 2 ടീസ്പൂൺ റവ ചേർക്കുന്നത്. അപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ റവ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ചിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം തിളച്ച് കുറച്ച് കുറഞ്ഞു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം കൂടിപ്പോകാതെയും ശ്രദ്ധിക്കുക, കാരണം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാവിൻ്റെ ആ ഒരു പരുവം നമുക്ക് പോവും. അപ്പോൾ കുറച്ച് കട്ടിയിൽ ഇതുപോലെയാണ് നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത്. അപ്പോൾ വെള്ളമായിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഇതിരിക്കട്ടെ. പക്ഷെ ഒരുപാട് ചൂടാറി പോകരുത്. നമുക്ക് ചെറു ചൂടോടുകൂടി തന്നെ വേണം ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ നന്നായി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്, പക്ഷെ ഒരുപാട് തണുത്ത് പോയിട്ടില്ല കേട്ടോ. ആ ഒരു ചെറു ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടും നമ്മുടെ ഈ ഒരു മാവ്. അപ്പോൾ അതാ നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒരുപാട് വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായി ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ കുറച്ചെടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സേവനാഴിയിലിട്ടിട്ട് ഇതുപോലെ വരുന്ന ചില്ലിലിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കറക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിംഗ് ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്താലും എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീളത്തിലങ്ങ് നമ്മൾ നന്നായിട്ടങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ അങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം, ഏതിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇത് നമുക്ക് വറുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ ബാക്കിയുള്ളത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആവും പെട്ടെന്ന് തന്നെ, പക്ഷേ ഉള്ളിൽ അധികം ക്രിസ്പി ആയിട്ടുണ്ടാവില്ല, വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത്ര ഉള്ളിൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേകുന്നവരെ വറുത്തെടുക്കുക. പിന്നെ ഇത് നമ്മൾ ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത്. ഒരു കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പുറമേ ക്രിസ്പി ആയിട്ടുണ്ടാവും. പിന്നെ ഇത് പൊട്ടിപ്പോവുകയൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊരു കളറുണ്ട്, പക്ഷേ എരിവൊന്നുമില്ല കേട്ടോ. അതുപോലെ ഇതിലൊട്ടും എണ്ണയൊന്നും ഉണ്ടാവില്ല. ഒട്ടും എണ്ണയൊന്നും വരാത്ത സ്നാക്കാണ്. നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണെങ്കിൽ ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. നന്നായിട്ട് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്ക്. ഇത് നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ച് വെക്കുകയാണെങ്കിൽ 3 ആഴ്ച വരേക്ക് ഇരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയിട്ടെടുക്കാം.
ഇത് ഇത്രയും ക്രിസ്പിയാണ്, കണ്ടില്ലേ സൗണ്ട് കേൾക്കുന്നത്. ഇത് പൊട്ടിച്ചൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്